ഹേ ഗായ്സ്, വെൽക്കം എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ഫ്രീ മൂവി സീരീസ് സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറയുന്നുണ്ട്, അതേപോലെ തന്നെ പെയ്ഡ് ആയിട്ടുള്ള മെത്തേഡ് ഞാൻ പറയുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള മെത്തേഡ് കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പെയ്ഡ് ആയിട്ടുള്ള മെത്തേഡ് കൂടി യൂസ് ചെയ്യാം. അബ്സല്യൂട്ട്ലി നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുക മച്ച് മോർ ഒരു പെയ്ഡ് മെത്തേഡാണ്. ആൻഡ് നിങ്ങൾ വിചാരിക്കണ പോലെ എന്താ പറയുക, മാസം ഒരു 2000-3000 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ അത്രയും റേഞ്ചിലുള്ളൊരു ഇതല്ല. എന്താ പറയുക, അത്രയും റേറ്റ് ഒന്നുമില്ല. ഒരു 300 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 400 റുപ്പീസ് അതിൻ്റെ ഉള്ളിൽ വരുന്നൊരു രീതിയിലുള്ളൊരു സംഭവമാണ് പറയുന്നത്. ഓക്കെ, ഇത് ഫ്രീ ആയിട്ടുള്ള ആപ്പാണ്. ഫ്രീ ആയിട്ടുള്ള മെത്തേഡിൽ കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ആപ്പാണ്. ഞാൻ കുറേ നാൾ യൂസ് ചെയ്തിട്ടുള്ള ആപ്പാണ്. ഞാൻ പെയ്ഡ് ആയിട്ടുള്ള മെത്തേഡ് കുറച്ചും കൂടി എന്താ പറയുക ബെനിഫിഷ്യലായിട്ട് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ വിചാരിക്കും എന്താ പറയുക, ഇപ്പം എല്ലാ സിനിമകളും കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സിനിമകളും കാണാൻ പറ്റും, എല്ലാ സിനിമകളും കാണാൻ പറ്റും, എല്ലാ സീരീസും കാണാൻ പറ്റും. ഇതിനെപ്പറ്റി ആരും നമ്മുടെ കേരളത്തിലെ ആരും ഇതിനെ പറ്റിയിട്ട് റിവ്യൂ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ച് വന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് സ്ട്രീമിയോ ആണ്. പലരും ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് പോലും അറിയില്ല, ആർക്കും അറിയില്ല സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിനെപ്പറ്റി ഇന്ത്യയിൽ ഒട്ടും പോപ്പുലറുള്ള ഈ ആപ്ലിക്കേഷൻ. പക്ഷേ ഇത് വേറെ ലെവൽ ആപ്ലിക്കേഷനാണ്. സീരിയസ്ലി വേറെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ. അത് അത്ര കിടലിനാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആഡ് ഓൺ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ഓൺസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ മാത്രമായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും ഇതെന്തോ മറ്റേ സ്കാം ആപ്ലിക്കേഷനാണെന്ന് വിചാരിക്കും പെട്ടെന്ന് ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ലോഡാവില്ല, ജസ്റ്റ് ബ്ലാങ്ക് പേജ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഈ ആഡ് ഓൺസ് എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കുറേ എന്താ പറയുക ഇൻസ്റ്റാൾഡ്, കമ്മ്യൂണിറ്റി, ഇങ്ങനെ കുറച്ച് ആഡ് ഓൺസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് ആഡ് ഓൺസ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ആഡ് ഓൺസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ സാധനം യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഇന്ന് ഇവിടെ സ്പെഷ്യലി പറയാൻ പോകുന്ന ആഡ് ഓൺ എന്ന് പറയുന്നത് ടൊറൻറ്റിയോ എന്ന് പറഞ്ഞൊരു ആഡ് ഓണാണ്. ടൊറൻറ്റിയോ എന്ന് പറഞ്ഞ ആഡ് ഓണ് ഫ്രീ ആണ്, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഈസ് ആൻ അബ്സല്യൂട്ട് ഫ്രീ ആഡ് ഓൺ. ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു പരസ്യം വരും, ഒന്ന് മുകളിലോട്ട് വിട്ട് കളഞ്ഞിട്ട് ഇതൊന്ന് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആപ്ലിക്കേഷനിലോട്ട് തിരിച്ചു വരും. ഓക്കെ, എന്തോ ആയില്ലൊരു മിനിറ്റ്. ഓക്കെ, ഞാനത് ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ടായിരിക്കണം ഈ സാധനം ചിലപ്പോൾ ഒന്നും കാണിക്കാത്തത്. ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ടൊറൻറ്റിയോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഈ ടൊറൻറ്റിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആഡ് ഓൺ ആണ് ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ. ഓക്കെ, ഈ ആഡ് ഓൺ നമ്മളിവിടെ സെറ്റിങ്സിൻ്റെ മറ്റേ ഗിയറൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഗർ ചെയ്യാൻ പോകും. അപ്പോൾ ഇതാണ് ഒരു ആഡ് ഓണിൻ്റെ പേജ്. ഓക്കെ, ദിസ് ഇസ് ദെയർ ആഡ് ഓൺ പേജ്. ഓക്കെ, ഇത് ഒരു ഫ്രീ ആഡ് ഓൺ ആണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതെവിടെ ഒരു സംഭവമുണ്ട്, റിയൽ ഡബ്രിഡ് API കീ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ റിയൽ ഡബ്രിഡ് API കീ എന്ന് പറയുമ്പോൾ റിയൽ ഡബ്രിഡ് ആണ് എന്താ പറയുക, ഇതിനൊന്നും കൂടി പവർ ചെയ്യാമെന്ന് പറയാം. ഓക്കെ, ഒന്നും കൂടി എന്താ പറയുക, അതിനൊരു സൂപ്പർ പവർ കൊടുക്കാമെന്നൊക്കെ പറയില്ല, അതേപോലത്തെ രീതിയിലുള്ള ഒരു സാധനമാണ് ഈ റിയൽ ഡബ്രിഡ് എന്ന് പറയുന്നത്. റിയൽ ഡബ്രിഡ് എന്ന് പറയുന്നത് എൻ്റയർലി വേറെ സർവീസാണ്. ഇറ്റ് ഈസ് എ പെയ്ഡ് സർവീസ്. ഓക്കെ, പക്ഷേ റിയൽ ഡബ്രിഡ് ഇല്ലാതെയും നമുക്ക് ഈ സാധനം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യത്തിനല്ല, ഒരു മോസ്റ്റ് ഓഫ് 90% ഓഫ് എല്ലാ മൂവീസും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ ഞാൻ റിയൽ ഡബ്രിഡ് യൂസ് ചെയ്യാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ഡബ്രിഡ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അത്ര വലിയ റേറ്റ് ഇല്ല അത്. ഓക്കെ, പെർ മന്ത് അത്രയും €4 അങ്ങോട്ട് ഉള്ളൂ. അപ്പോൾ പലർക്കും അതൊരു പോക്കറ്റ് മണി ആയിരിക്കും സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ. മാസം ഒരു 600-400 രൂപ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്താ പറയുക അത്രയും വലിയൊരു എമൗണ്ട് അല്ല. കൺസിഡർ ചെയ്യുമ്പോൾ അത്രയും വലിയ എമൗണ്ട് അല്ല. നിങ്ങൾ ബാക്കിയുള്ള സ്ട്രീമിങ്സ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കി നോക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജിയോൻ്റെ ഹോട്ട്സ്റ്റാർ, അതിന് 299 രൂപ. നമ്മൾ വിചാരിക്കും 299 രൂപയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ 299 രൂപയ്ക്ക് നമുക്ക് ഹോട്ട്സ്റ്റാറിൻ്റെ കണ്ടൻറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഇനി നമുക്ക് നെറ്റ്ഫ്ലിക്സ് കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു 600 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ വേറൊരു 400 രൂപ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല.
ഇപ്പോൾ ആമസോണിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ ഓരോന്നിനും പൈസ ഇങ്ങനെ വരുന്ന സമയത്ത് നല്ല വലിയ എമൗണ്ട് ആവും ബേസിക്കലി. നിങ്ങൾ സ്ട്രീം ചെയ്തിട്ടാണ് ഇപ്പോൾ സ്ട്രീം ചെയ്തിട്ട് കാണണം, അതും അൾട്രാ ഫാസ്റ്റിൽ അൾട്രാ ചീപ്പിൽ എല്ലാ കണ്ടൻറ്റും കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ഡബ്രിഡ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, സീരിയസ്ലി ദ ബെസ്റ്റ് ഓപ്ഷൻ. അതുകൊണ്ടാണ് സ്ട്രീമിയോ വിത്ത് ടൊറൻറ്റിയോ വിത്ത് റിയൽ ഡബ്രിഡ് എന്താ പറയുക, ഇത് വേറൊരു പവർ ഹൗസ് എന്ന് പറയാം, ലിറ്ററലി പവർ ഹൗസ്. ആൻഡ് നിങ്ങൾ വിചാരിക്കും എന്താ പറയുക 1080p വരെയൊക്കെയല്ലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് 4K കാണാൻ പറ്റില്ലല്ലോ. തെറ്റി, നിങ്ങൾക്ക് 4K കാണാൻ പറ്റും. റിയൽ ഡബ്രിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4K കാണാൻ പറ്റും, അതും സൂപ്പർ ഫാസ്റ്റിൽ കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു സിനിമ ഞാൻ എടുക്കാം, ഓക്കെ, ലോക എന്ന് പറഞ്ഞ സിനിമ, ഓക്കെ, ലോക എന്ന് പറഞ്ഞ സിനിമ ഇത് കണ്ടോ. നമ്മൾ റിയൽ ഡബ്രിഡ് എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയായിരിക്കും ആഡ് ഓണിൻ്റെ പേരിൽ കാണിക്കുക, RD+ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടാവും അല്ലേ, RD+ ടൊറൻറ്റിയോ എന്ന് പറഞ്ഞിട്ട് കാണും. ഓക്കെ, എന്ന് വെച്ചാൽ റിയൽ ഡബ്രിഡിൻ്റെ സബ്സ്ക്രിപ്ഷനുള്ള ടൊറൻറ്റിയോ. ഞാൻ എന്താ 4K ഫയൽ ഉണ്ട്, 13 GB ഫയലുണ്ട്, 17 GB ഫയലുണ്ട്, ഇഷ്ടമുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ എന്താ 17 GB ക്ലിക്ക് ചെയ്തു. ഓക്കെ, ആൻഡ് ലോഡിങ് സ്പീഡ് എന്ന് പറയുന്നത് അൾട്രാ ഫാസ്റ്റ് ആയിരിക്കും. അൾട്രാ ഫാസ്റ്റ് എന്ന് വെച്ചാൽ അൾട്രാ ഫാസ്റ്റ്. ഇതിപ്പോൾ ഞാനൊരു 31 മിനിറ്റ്സിലോട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ചെറിയൊരു ടൈം എടുത്തത്. നമ്മൾ തുടക്കം മുതലേ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ടൈം പോലും എടുക്കില്ല. ഓക്കെ, ഓഡിയോ ട്രാക്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളമുണ്ട്. ഓക്കെ, ഏത് ഭാഷയിലോടെയും കാണാം. ഓക്കെ, സോ ദിസ് ഈസ് ദ പവർ ഓഫ് സ്ട്രീമിയോ. സ്ട്രീമിയോൻ്റെ പവർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ചെറിയൊരു ഭാഗമാണ്. ഓക്കെ, ടൊറൻറ്റിയോ വിത്ത് റിയൽ ഡബ്രിഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചെറിയൊരു ഭാഗമാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള പരിപാടികൾ ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ ആപ്ലിക്കേഷനൊന്ന് ഞാൻ എന്താ പറയുക ഒന്ന് വിശദീകരിച്ച് പറയാം. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനുള്ളിൽ ക്രോസ് പ്ലാറ്റ്ഫോം കണക്ടിവിറ്റി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യാം, വിൻഡോസിൽ യൂസ് ചെയ്യാം, മാക്കിൽ യൂസ് ചെയ്യാം. ഇനി ടി വി ആണെന്ന് വെച്ചാൽ ടി വിയിൽ മറ്റേ സാംസങ്ങിൻ്റെ ടി വിയുടെ ആപ്പിലുണ്ട്, ഫിലിപ്സിൻ്റെ ടി വിയുടെ ആപ്പിലുണ്ട്, ബേസിക്കലി എല്ലാത്തിലും ഉണ്ട്. അങ്ങനെ പറയണതാണ് സുഖം. അത് ഓരോന്നോരോന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് എവിടെ ഡൗൺലോഡ്സിൻ്റെ സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ലിനക്സിൽ വരെയുണ്ട് ഈ സംഭവം. ആരാണ് ലിനക്സ് യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷേ ലിനക്സിലുണ്ട്. റാസ്ബെറി പൈയിൽ വരെയുണ്ട് ലിറ്ററലി. ഇപ്പോൾ റാസ്ബെറി പൈ ഇങ്ങനെ ആരെങ്കിലും യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റാസ്ബെറി പൈ കണ്ട റാസ്ബെറി പൈയിൽ വരെയുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഉണ്ട്, ലിറ്ററലി എല്ലാത്തിലും ഉണ്ട്. ആൻഡ്രോയിഡ് ടി വിയിലുണ്ട്, ബ്രൗസറിൽ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണത് സേഫ് അല്ല എന്ന് തോന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസറുണ്ട്, ബ്രൗസറിൽ യൂസ് ചെയ്യാം. വെബിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട് അവർക്ക്, നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാം, എവിടെയും നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാം. ഓക്കെ, കണ്ടോ, ബ്രൗസറിലുണ്ട്. നിങ്ങൾക്കിത് അത്രയും നിങ്ങൾക്ക് എന്താ പറയുക പേടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസറിൽ യൂസ് ചെയ്തോ. ലോഗിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യേണ്ട വേണം, നിങ്ങൾക്ക് ഗസ്റ്റ് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം. സോ ബേസിക്കലി ഇറ്റ്സ് ലൈക്ക് കംപ്ലീറ്റ് ഫ്രീഡം. സീരിയസ്ലി പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രീഡം. ആൻഡ് റിയൽ ഡബ്രിഡ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ടു ഗുഡ്. സീരിയസ്ലി ഇറ്റ് വിൽ ബി ടു ഗുഡ്. ആൻഡ് റിയൽ ഡബ്രിഡ് ഞാൻ യൂസ് ചെയ്യുന്നത് റിയൽ ഡബ്രിഡാണ്. വേറെയും പല ഡബ്രിഡ് സർവീസസ് ഉണ്ട്. ഇപ്പോൾ ഡബ്രിഡ് എന്താണെന്ന് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, വേറെയും പല ഡബ്രിഡ് സർവീസസ് ഉണ്ട്. ഈസി ഡബ്രിഡ്, പിന്നെ എന്താ പറയുക പ്രീമിയം ഡബ്രിഡ്, അങ്ങനെ എന്തൊക്കെ പേരുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് റിയൽ ഡബ്രിഡാണ്. അതാണ് വൺ ഓഫ് ദി ചീപ്പസ്റ്റ് ആണ്. അതേപോലെ തന്നെ എന്താ പറയുക ഈസിയാണ് സംഭവം. പെട്ടെന്ന് വെച്ചൊരു പരിപാടി തീരും. ഓക്കെ, എത്രയും €3 15. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ 30 days നോക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 days ഒരു പ്ലാൻ ഉണ്ട് അവർക്ക്. അതിന് എത്രയാണ് €3 ഉണ്ടാവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 296 rupees അത്ര ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു മന്തി കഴിക്കണ പൈസയൊക്കെയാണ് ബേസിക്കലി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നോക്ക്. ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് ട്രൈ ചെയ്യണ്ട എന്നുള്ളത് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പോൾ ഇവിടെ പ്രീമിയം ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ €3, €4, €9, €16. ഓക്കെ, എല്ലാതും സെയിം ആണ് ബേസിക്കലി. ഓക്കെ, ഈ €3 നിന്ന് €4 കയറുമ്പോൾ 4K കിട്ടുമ്പോൾ അതോ €3 4K ഇല്ലേ, അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ എല്ലാത്തിലും എല്ലാം ഉണ്ട്. ഓക്കെ, ഓരോ പ്രൈസ് പ്ലാനനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയുക ദിവസങ്ങൾ എന്താ പറയുക ഡേയ്സിൻ്റെ ആ ഒരു ലെങ്ത്ത് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. എല്ലാത്തിലും എല്ലാതും ഉണ്ട്. ബേസിക്കലി എല്ലാത്തിലും എല്ലാതും ഉണ്ട്. €3 എടുത്താലും €4 എടുത്താലും ഒക്കെ കണക്ക് തന്നെയാണ്. ഓക്കെ, പക്ഷേ
എന്താ പറയുക ഡേയ്സ് എന്താ ഒരു ഡ്യൂറേഷനിൽ മാത്രമാണ് ഒരു ഡിഫറൻസ് വരുന്നത്. €4 എന്ന് പറയുന്നത് ഇപ്പോൾ €4 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത്രയും വലിയ എമൗണ്ട് ഉണ്ടെന്ന്. കണ്ടോ €354 €4 എന്ന് പറയുന്നത്. ബേസിക്കലി എന്താ പറയുക ഒരു മാസം €354 എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ആർക്കെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാവുമായിരിക്കും. ഞാൻ ഇല്ലയെന്നൊന്നും പറയുന്നില്ല. ഓക്കെ, ഞാൻ അത്രയും ബ്ലൈൻഡ് അല്ല. പക്ഷെ എന്താ പറയുക അത് അത്രയും എമൗണ്ട് അല്ല നിങ്ങളുടെ കയ്യിൽ. പിന്നെ ഈ റിയൽ ഡെബിറ്റിൻ്റെ സർവീസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വേണം. ഓക്കെ, ഇറ്റ് ഈസ് മാൻഡേറ്ററി. കാരണം ക്രെഡിറ്റ് കാർഡ് ഇല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. UPI ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല അവർ. കാരണം ബേസിക്കലി അതൊരു യൂറോപ്യൻ സർവീസാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ UPI പേയ്മെൻ്റ് ഒന്നും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. ക്രെഡിറ്റ് കാർഡ് തന്നെ വേണം. ഓക്കെ, മാസ്റ്റർ വിസ അത് എന്ത് കാർഡാണെങ്കിലും കുഴപ്പമില്ല. മാസ്റ്റർ കാർഡ് വിസ കാർഡ് എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വുഡ് ബി വർത്ത് ഇറ്റ്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും യൂസ് ചെയ്യാം. ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഈ ആപ്ലിക്കേഷൻ അത് യൂസ് ചെയ്ത് നോക്കി. സീരിയസ്ലി യു വിൽ എന്താ പറയുക വേറെ ലെവലായിരിക്കും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഈ സാധനം കണ്ടിന്യൂ വാച്ചിങ് എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ ഏതെങ്കിലും സിനിമ അല്ലെങ്കിൽ സീരീസ് നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അതോടെ കണ്ടിന്യൂ വാച്ചിങ്ങിലോട്ട് ഇങ്ങനെ ലോഡ് ആയിട്ടിരിക്കും. ഇപ്പോൾ എല്ലാ മറ്റെന്താ പറയുക പെയ്ഡായിട്ടുള്ള നെറ്റ്ഫ്ലിക്സിലും ഹോട്ട്സ്റ്റാറിലും എല്ലാത്തിലും ഉണ്ട് ഈ കണ്ടിന്യൂ വാച്ചിങ് പരിപാടി. അത് ഇതിൻ്റെ ഉള്ളിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പല സ്ട്രീമിംഗ് സാധനത്തിൽ ഇല്ലാണ്ടിരുന്ന സമയത്ത് വരെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇത് കുറേ വർഷങ്ങളായി, ഒരു 3-4 years ആയിട്ടുണ്ടാവും ഈ ആപ്ലിക്കേഷൻ റിലീസ് ചെയ്തിട്ട്. അവർ കോൺസ്റ്റൻ്റ്ലി സാധനം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ ഈ സാധനം കിട്ടില്ല. ഞാൻ പ്ലേ സ്റ്റോറിൽ മറ്റേ കൊറിയൻ വെച്ചിട്ട് ഞാൻ ലോഗിൻ ചെയ്തേക്കുക, കൊറിയനിൽ മറ്റേ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട്. പക്ഷേ ആ ഇന്ത്യക്ക് പുറത്ത് സ്ട്രീമിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, സ്ട്രീമിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുള്ളതാണ്. പക്ഷെ ഇന്ത്യയിൽ പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ ഇല്ല. ചിലപ്പോൾ ഇന്ത്യയിൽ അത്രയും എന്താ പറയുക മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കണം അവർ ഇന്ത്യയിലോട്ട് പുഷ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇന്ത്യയിലില്ല ബേസിക്കലി. പക്ഷേ എല്ലാ സിനിമകളും കിട്ടും, ലിറ്ററലി എല്ലാ സിനിമകളും കിട്ടും. ഇപ്പോൾ റിയൽ ഡെബിലിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് പഴയ മൂവീസിലോട്ട്. ഇപ്പോൾ ഞാൻ എന്താ പറയുക പ്രേമം മൂവി ഓക്കെ കുറേ വർഷങ്ങളായി ഇറങ്ങിയിട്ട് അല്ലേ, 2015 ഇറങ്ങിയ സിനിമയാണ്. ഓക്കെ, ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി ഈ സാധനം ലോഡാവും. ഓക്കെ, ഇത് റിയൽ ഡെബിലിറ്റി ഉള്ള കാരണം കൊണ്ടാണ് ഈ സിനിമകളൊക്കെ ലോഡാവുന്നത്. ഓക്കെ, റിയൽ ഡെബിലിറ്റി ഇല്ലെങ്കിൽ പ്രേമമൊക്കെ ലോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ഓക്കെ, കാരണം കുറച്ച് പഴയതായില്ല. ഇപ്പോൾ റിയൽ ഡെബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനമൊക്കെ ഏത് പടം വേണമെങ്കിലും ലോഡ് ചെയ്യാം. ലിറ്ററലി ഏത് പടം വേണമെങ്കിലും റിയൽ ഡെബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് എന്താ പറയുക പഴയ പടങ്ങൾ റിയൽ ഡെബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ലോഡ് ചെയ്യാമെന്ന് പറയണത് നടക്കില്ല. ഓക്കെ, അങ്ങനെ തന്നെ പറയാം, നടക്കില്ല. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള സിനിമാസ് ഇപ്പോൾ ലോകയൊക്കെ റിയൽ ഡെബിലിറ്റി ഇല്ലെങ്കിലും നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. കാരണം അത് ഇറങ്ങിയിട്ട് അധികം ആയിട്ടില്ല. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആഡ് ഓൺസ് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ടൊറൻറ്റിയോനെ പറ്റി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ടൊറൻറ്റിയോ എന്ന് പറഞ്ഞൊരു ആഡ് ഓൺ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയൽ ഡെബ്രിഡ് സപ്പോർട്ട് ഉള്ള ആഡ് ഓൺ ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെബ്രിഡിൻ്റെ നമുക്ക് ഓക്കെ ഞാൻ ഡെബ്രിഡ് എങ്ങനെ ഞാൻ അക്കൗണ്ട് ഉണ്ടാക്കണ്ടേന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ഇത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയിട്ട് ഡെബ്രിഡിൻ്റെ ഉള്ളൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രൈസിങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കൗണ്ട് ആക്ടിവേറ്റിങ് കഴിഞ്ഞില്ല നമ്മുടെ. ഓക്കെ, ഞാൻ അവിടെ പ്രീമിയം ഓഫേഴ്സിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ഇവിടെ ഡെബ്രിഡ് നമുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, വേറെയും വഴികളുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ക്രിപ്റ്റോ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ക്രിപ്റ്റോ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ക്രിപ്റ്റോ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നോർമൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടോക്കൺ കിട്ടും. ഇവരുടെ ഒരു ടോക്കൺ ID ഉണ്ടാവും. ഓക്കെ, അത് ഈ API ടോക്കൺ എന്ന് പറഞ്ഞിട്ടൊരു ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ടോക്കൺ കിട്ടും. ഓക്കെ, ഈ സംഭവം നമ്മൾ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് നമ്മുടെ ടൊറൻറ്റിയോ ഇല്ലേ, ടൊറൻറ്റിയോയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലല്ല, ഞാൻ ഇവിടെ നിന്ന് എടുക്കാം. കാരണം ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്ത കാരണം കൊണ്ട് തിരിച്ച് ഈ പേജ് ഇങ്ങോട്ട് വരില്ല. ഓക്കെ, ഞാനിത് ഇവിടെ നിന്ന് എടുക്കാം, അതാണ് കുറച്ചുകൂടി നല്ലത്. ഇതവിടെ ഈ ഗിയറിൻ്റെ മറ്റേ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഗിയറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതേ കണ്ടു ഈ ഡെബ്രിഡിൻ്റെ ഈ കീ ഇവിടെ നിന്ന് എടുക്കുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പ്രെറ്റി സിമ്പിളാണ്, അത്രയും വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ, കീ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡൺ. ഓക്കെ, ഇൻസ്റ്റാൾഡ് ആവും. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് സിനിമ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കണ്ടു ഇവിടെ RD+ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ റിയൽ ഡെബ്രിഡ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള
ടൊറൻറ്റിയോ ആഡ് ഓൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 4K സ്ട്രീമിംഗ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ലിറ്ററലി അൾട്രാ ഫാസ്റ്റ് ആയിരിക്കും. 4Kയുടെ ലിങ്ക് മോസ്റ്റ് പ്രോബബിളി കുറേ റീസെൻറ്റ് മൂവീസിന് ഉണ്ടാവണം. ഓക്കെ, കുറേ ഈ പ്രേമത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ 4K ഉണ്ടാവാനുള്ള ചാൻസ് കുറവായിരിക്കും. കണ്ടോ, 4K ഇല്ല. പക്ഷേ മോസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള മൂവീസ്, ഇപ്പോൾ എന്താ പറയുക, ഒരു 2-3 ഇയേഴ്സ് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ വന്നേക്കുന്ന സിനിമകൾക്കൊക്കെ 4K സ്ട്രീമിംഗ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ 4Kൻ്റെ ലിങ്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 4K ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ 1080 ക്ലിക്ക് ചെയ്യുക. ഇറ്റ്സ് അപ് ടു യുവർ ചോയ്സ്. ഓക്കെ, ഇപ്പോൾ ദിസ് ഈസ് ലൈക്ക് വേ മച്ച് ചീപ്പർ, ലിറ്ററലി വേ മച്ച് ചീപ്പർ. നിങ്ങൾ ഒരു നെറ്റ്ഫ്ലിക്സിൻ്റെ അക്കൗണ്ടിന് കൊടുക്കുന്ന പൈസ നിങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിനൊപ്പം ബാക്കി എന്തൊക്കെ സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ ഉണ്ടോ അതെല്ലാം അവിടെ കിട്ടും. ഓക്കെ, ബേസിക്കലി അങ്ങനെ പറയാം. അപ്പോൾ അത്രയും വൈഡ് റേഞ്ച് ആൻഡ് ഐ മീൻ ചില സിനിമകൾ ഈ സ്ട്രീമിംഗ് ആപ്ലിക്കേഷനിൽ ഇല്ലാത്ത മൂവീസ് അവർ ഇവിടെ കിട്ടുന്നുണ്ട് ലിറ്ററലി. ഓക്കെ, അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് പെയ്ഡായിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ടൊറൻറ്റിയോ ആഡ് ഓൺ നമുക്ക് പെയ്ഡായിട്ട് യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കീ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഡെബ്രിഡിൻ്റെ മറ്റേ കീ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ ഡെബ്രിഡിൻ്റെ കീ ഇല്ലെങ്കിലും നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാം. ഓക്കെ, ടൊറൻറ്റിയോ ഈസ് അടിപൊളി ആഡ് ഓൺ ആണ്. ഓക്കെ, അപ്പോൾ ടൊറൻറ്റിയോ. ഓക്കെ, ഇനി പെയ്ഡല്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മലയാളം സിനിമാസൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആഡ് ഓൺസ് വേറെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒന്നെന്ന് പറയണത് TPB പ്ലസ് എന്ന് പറഞ്ഞിട്ട് സ്ട്രീമിയോ ആഡ് ഓൺ സ്ട്രീമിയോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു കിടലിന് ആഡ് ഓൺ ആണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഡ് ഓൺ എന്ന് പറയുന്നത് നൂവിയോ ആഡ് ഓൺ സ്ട്രീമിയോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നൂവിയോ സ്ട്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആഡ് ഓൺ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പല പണ്ടത്തെ മലയാളം മൂവീസും ഇതിൻ്റെ ഉള്ളിൽ കിട്ടും, ഈ ആഡ് ഓണിൽ കിട്ടും. പക്ഷേ അത്രയും എന്താ പറയുക, ഹൈ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ 720p ആയിരിക്കും, ചിലപ്പോൾ 780p ആയിരിക്കും, അല്ല 1080p ആയിരിക്കും. അത് ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, എല്ലാ സിനിമകളും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ കുറേ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബാക്കിയുള്ള ആഡ് ഓൺസിൽ ഇല്ലാത്ത സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ആഡ് ഓൺ എന്ന് പറയുന്നത് മീഡിയ ഫ്യൂഷൻ. ഓക്കെ, മീഡിയ ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആഡ് ഓൺ, ഇതും നല്ല കിടിലൻ ആഡ് ഓൺ ആണ്. ഇത് തമിഴ് ബ്ലാസ്റ്റേഴ്സ് ആർക്കെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല. തമിഴ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും സിനിമ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ തമിഴ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. ഓക്കെ, ആ സൈറ്റിൻ്റെ ഡയറക്റ്റ് ആഡ് ഓൺ ആണത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ സൈറ്റിൻ്റെ ഉള്ളിൽ സിനിമകൾ നല്ല രീതിക്ക് ഡൗൺലോഡ് ആവുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലും ഈ ആഡ് ഓൺ വെച്ചിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ബേസിക്കലി നമ്മൾ ആ സൈറ്റിൽ പോയിട്ട് നമ്മൾ ആ സിനിമ ഡൗൺലോഡ് ചെയ്യേണ്ട. പക്ഷേ ഈ തമിഴ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പുതിയ സിനിമകൾ മാത്രമായിരിക്കും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. കുറച്ച് പഴയ സിനിമയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, പിയർ സ്ട്രെങ്ത് ഭയങ്കര കുറവായിരിക്കും. കാരണം അത് ടൊറൻറ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യണത്. ഈ ടൊറൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ടൊറൻറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിൽ എന്താ പറയുക സിനിമകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ ഡെബ്രിഡ് അങ്ങനെയല്ല. ഡെബ്രിഡ് എന്ന് പറയുമ്പോൾ അത് ക്യാഷ് ചെയ്തിട്ടുള്ള ഫയലും അവരെടുക്കും. ക്യാഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്റ്റോർ ചെയ്ത് വയ്ക്കും സിനിമ. ഓക്കെ, ടൊറൻറ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ ആരും സ്റ്റോർ ചെയ്ത് വെക്കില്ല. ഇപ്പോൾ ഗെയിംസൊക്കെ ആരെങ്കിലും ക്രാക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഫിറ്റ്കൾ, അതേപോലെ തന്നെ ധോതി, ഇവരൊക്കെ ടൊറൻറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ പേര് ആ ടൊറൻറ്റ് ഫയൽ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗെയിമിൻ്റെ എന്താ പറയുക കുറേ ആൾക്കാർ, പിയർ സ്ട്രെങ്ത് എന്ന് പറയും ബേസിക്കലി. അപ്പോൾ പിയർ സ്ട്രെങ്ത്തും സീഡർ സ്ട്രെങ്ത്തും കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ആ സാധനം പെട്ടെന്ന് ലോഡാവും. പക്ഷേ പിയർ സ്ട്രെങ്ത്തും സീഡർ സ്ട്രെങ്ത്തും കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ് സ്പീഡ് ഭയങ്കര കുറവായിരിക്കും. അതാണ് ഈ തമിഴ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഇറങ്ങിയൊരു വിത്തിൻ 1-2 അല്ലെങ്കിൽ ഒരു 3 മന്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണാൻ പ്ലാൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയ ഫ്യൂഷൻ ആഡ് ഓൺ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ലോഗൊക്കെ നമുക്ക് മീഡിയ ഫ്യൂഷൻ വെച്ച് ഇപ്പോഴും കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് കാണിച്ചു തരാം. കാരണം ലോഗ് ഇറങ്ങിയിട്ട് അധികം ആയിട്ടില്ലല്ലോ, അത് കാരണം കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ അടിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ മീഡിയ ഫ്യൂഷൻ ആഡ് ഓൺ ഉണ്ടാവും. പിയർ സ്ട്രെങ്ത് നോക്കുക, സൈസ് ആദ്യം നോക്കുക. ഈ 4K ഒക്കെ മീഡിയ ഫ്യൂഷൻ വെച്ച് സ്ട്രീം ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കടന്ന കൈയായിരിക്കും. ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1080p ഒക്കെ മീഡിയ ഫ്യൂഷൻ വെച്ച് സ്ട്രീം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഞാൻ എന്താ ഈ ഒരു 1080p മലയാളം എടുത്തു. ഇത് ചിലപ്പോൾ അത്രയും സ്ട്രെങ്ത് ഉണ്ടാവില്ല, ഈ റിയൽ ഡബ്രിഡിൻ്റെ അത്രയും സ്ട്രെങ്ത് ഉണ്ടാവില്ല. പക്ഷെ ലോഡാവേണ്ടതാണ്. നോക്കാം ലോഡാകുമോ എന്ന് നോക്കാം. യെസ്, ലോഡാകുന്നുണ്ട്.
ഓക്കെ, യെസ്, ലോഡാകുന്നുണ്ട്. മീഡിയ ഫ്യൂഷൻ വെച്ചിട്ട് ലോഡാകുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ മീഡിയ ഫ്യൂഷൻ്റെ പ്രശ്നം. അതാണ് ടൊറൻറ്റ് വെച്ചിട്ട് ചെയ്യണ കാരണം കൊണ്ട് സ്ട്രെങ്ത്ത് നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 month 4 monthൻ്റെ ഉള്ളിൽ പടം കണ്ടില്ലെങ്കിൽ കുറേ പേര് പിന്നെ ആ ഒരു സാധനം കാണില്ല. കാരണം 3-4 മാസം മുന്നേ ഇറങ്ങിയ സിനിമ അങ്ങനെ കാണൽ വളരെ കുറവുണ്ടോ ആൾക്കാർ. അപ്പോൾ ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടും കുറയും, അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഡബ്രിഡ് വെച്ച് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെൻ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ. ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം സീഡറും അതേപോലെ തന്നെ പിയറും ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നേരെ ക്ലിക്ക് ചെയ്യാൻ കാണുക. അതാണ് ഡബ്രിഡിൻ്റെ ഗുണം. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, സ്ട്രീമിയോ. ഇത് പലർക്കും ഈ സംഭവം എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പോലും അറിയില്ല. ഇപ്പോഴും കുറേ പേരൊക്കെ ടെലിഗ്രാമിൻ്റെ ഉള്ളിൽ നിന്ന് പടം ഡൗൺലോഡ് ചെയ്ത് കാണുന്ന ആൾക്കാരുണ്ട്. ടെലിഗ്രാമിനെക്കാട്ടും ബെറ്ററാണ് ഈ സാധനം എന്തൊക്കെ പറഞ്ഞാലും. കാരണം ടെലിഗ്രാമിൻ്റെ ഉള്ളിൽ നമ്മളൊരു സിനിമ കുറേ ടെലിഗ്രാം ഹാർഡ് കോർ ഫ്രണ്ട്സ് ഉണ്ടെന്നറിയാം. അവരൊക്കെ ചിലപ്പോൾ അവിടെ വന്നിട്ട് ഇപ്പോൾ പച്ചത്തെറി വിളിക്കുന്നുണ്ടാവും. കാരണം ടെലിഗ്രാമിന് കുറ്റം പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സീരിയസ്ലി ഗൈസ്, ടെലിഗ്രാമിനെക്കാട്ടും ബെറ്ററാണിത്. നിങ്ങളത് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് അറിയാത്തത്. ടെലിഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ സാധനം ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സാധനം കാണാൻ പറ്റുള്ളൂ. ഇതിനുള്ള ഡൗൺലോഡിങ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറേ ഇല്ല. നമ്മൾ നേരെ മറ്റേ ഡിസ്നിയിലും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലും കയറി സിനിമ കാണുന്ന പോലെ ലിറ്ററലി അതേപോലെ തന്നെയാണ്. ഒരു വ്യത്യാസമില്ല. ക്ലിക്ക് ചെയ്യുക, പടം കാണുക. അത് എന്താ പറയുക, അതിൻ്റെ കൺവീനിയൻസ് ഈസ് വേ ബെറ്റർ. ആൻഡ് നിങ്ങൾ സീരീസൊക്കെ കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇതിൻ്റെ ഉള്ള മാർക്ക് ചെയ്ത് വരെ തരും. കണ്ട, ഇപ്പം ഞാൻ പ്ലൂരിബസ് എന്ന് പറഞ്ഞൊരു സീരീസ്, ഓക്കെ, 3ാമത്തെ എപ്പിസോഡ് ഞാൻ കണ്ടു. എനിക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി പോകണ്ട, ഞാൻ മറ്റേ വലിയ സീരീസിലോട്ടൊക്കെ പോകാം. ഒരു 10-20 എപ്പിസോഡൊക്കെ ഉള്ള സീരീസ് ഫ്രണ്ട്സ് കറക്റ്റ് ഇതവിടെ മാർക്ക് കൊടുക്കും. സീസൺ 8 episode 5. ഓക്കെ, ഇത് ഞാൻ വല്ലപ്പോഴും ചായ കുടിക്കണ സമയത്ത് കാണുന്ന ഒരു സീരീസാണ്. അപ്പോൾ സീസൺ 8 episode 5 കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതേ സെയിം മാർക്കിങ്ങും പരിപാടികളൊക്കെ ഇതിൻ്റെ ഡെസ്ക്ടോപ്പിലും ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ലോഗിൻ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 എണ്ണത്തിൽ യൂസ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ യൂസ് ചെയ്യാം, മൊബൈലിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ ടി വി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോണിയുടെ ഫിലിപ്സിൻ്റെ ടി വി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാംസങ്, സോണി, ഫിലിപ്സ്, സാംസങ്, ഈ 3 ടി വിയുടെ ആപ്ലിക്കേഷനിലും ടി വിയുടെ ആപ്പ് സ്റ്റോറിലും ഇവരുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇനി ആൻഡ്രോയിഡ് ടി വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ടി വിയുടെ ആപ്ലിക്കേഷനും ഉണ്ട്. ഇനി ഇതൊന്നും പോരാണ്ട് നിങ്ങൾക്ക് ഫയർ സ്റ്റിക്ക് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ സ്റ്റിക്കിലും ഇവരുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം ലിറ്ററലി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. ഓക്കെ, സാധാരണ ഒരു എന്താ പറയുക നെറ്റ്ഫ്ലിക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോലെ നിങ്ങൾക്ക് തോന്നുള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് വേ പവർഫുൾ, വേ ചീപ്പർ. എന്താ പറയുക, ഇപ്പോൾ റിയൽ ഡബ്രിഡ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേ ചീപ്പർ. കാരണം ഒരു മാസം 400 രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാ ഭാഷയിലുള്ള എല്ലാ സിനിമയും ഏത് നേരത്തെ ഏത് ക്ലിക്കിൽ വേണമെങ്കിലും കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആരും വിശ്വസിക്കില്ല. എനിക്കറിയാം ഇത് സ്കാമാണെന്ന് കുറേ പേര് ഇപ്പോഴും വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇറ്റ്സ് ട്രൂ. ഓക്കെ, നിങ്ങൾക്ക് ആദ്യ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്താ പറയുക, പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് മറ്റേ കൊറിയയിൽ വേറെ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പോലെ ഇത് ഇന്ത്യൻ പ്ലേ സ്റ്റോർ അല്ല, ഇത് കൊറിയൻ പ്ലേ സ്റ്റോർ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ വേറെ അക്കൗണ്ട് ഉണ്ടാക്കണം. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ഇന്ത്യൻ അക്കൗണ്ട് കൂടി ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഇന്ത്യയിലെ അക്കൗണ്ട്. ഞാൻ ഇത് സ്ട്രീമിങ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരില്ല. കണ്ടോ, അപ്പോൾ കൊറിയയുടെ പ്ലേ സ്റ്റോറിലുണ്ട്, പക്ഷേ ഇന്ത്യയുടെ പ്ലേ സ്റ്റോറിൽ സാധനം ഇല്ല. കൊറിയയുടെ പ്ലേ സ്റ്റോർ എന്നല്ല, ഇന്ത്യയുടെ പുറത്തുള്ള ഒട്ടുമിക്ക എല്ലാ പ്ലേ സ്റ്റോറിലും ഉണ്ട്. സ്റ്റേറ്റ്സിലുള്ള പ്ലേ സ്റ്റോർ ആണെങ്കിലും UK എവിടെയാണെങ്കിലും ഉള്ള എല്ലാ പ്ലേ സ്റ്റോറിലും ഉണ്ട് ഇത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് സ്ട്രീമിയോ. ഓക്കെ, എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ പറയാം. കുറച്ച് ഇതിൻ്റെ ഇനീഷ്യൽ പ്രൊസീജിയർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഐ നോ ദാറ്റ് ഇതിൻ്റെ ഇനീഷ്യൽ പ്രൊസീജിയർ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. അത്ര ഈസിലി നമുക്ക് എന്താ പറയുക സെറ്റപ്പ് തീർക്കാൻ പറ്റിയ സാധനമില്ല. ഇപ്പോൾ പോപ്കോൺ ടൈം പോയാലൊന്നും എൻ്റെ ഈ സംഭവം. പോപ്കോൺ ടൈം എന്നൊക്കെ പറയുന്നത് ചുമ്മാ ഇൻസ്റ്റാൾ ചെയ്യുക, നേരെ പടം കാണുക. പണ്ടിട്ടായി ഇപ്പോൾ പോപ്കോൺ ടൈം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പോപ്കോൺ ടൈം വർക്ക് ചെയ്യാത്തല്ല, അവർ ആ സാധനം നിർത്തി ഡിസ്കണ്ടിന്യൂ ചെയ്തു പോപ്കോൺ ടൈം. ഓക്കെ, അപ്പോൾ അതേപോലെ അല്ല ഇത്. പക്ഷേ പോപ്കോൺ ടൈമിൽ ഇല്ലാത്ത കുറേ ഫീച്ചർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ കണ്ടിന്യൂ വാച്ചിങ്, ക്രോസ് ഡിവൈസ് കമ്പാറ്റബിലിറ്റി, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. സോ യൂസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ പറയാം. ഓക്കെ, സോ ഗുഡ് ബൈ, ടാറ്റ.